ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളെ സാധാരണ വീട്ടിലെ വിശേഷങ്ങളുള്ളതല്ല. ഇന്ന് ഞാൻ കുയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുയ്യപ്പം, ഉണ്ണിയപ്പല്ലേ അത്. അപ്പോൾ നിച്ചുമോൾ കുറേ ദിവസമായിട്ടോ എന്നോട് കുയ്യപ്പം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടര ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഒരു 4 ആണി ബെല്ലവും ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ചോറും ഒരു 4 ചെറുപഴവും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അരി അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അരി അരക്കണത് രാത്രിയാണേ. രാത്രി അരി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് ഞാൻ ചുടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ലൊരു സോഫ്റ്റായി അത് നല്ല പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ മാവ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ആ ചോറും ചെറുപഴവും അരിയും കൂടെ കൂട്ടിയിട്ട് ഇതാ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളത്തിലൊന്നല്ല കേട്ടോ ഞാൻ അരച്ചത്. പിന്നെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ്. എന്നാൽ പറ്റ തണുത്തതും അല്ല നല്ല ചൂടും അല്ലാത്ത പോലെ ആ ഒരു ചെറിയൊരു ചൂട് തന്നെയാണ് കേട്ടോ അരച്ചത്. പക്ഷെ നല്ല ചൂടൊന്നുമില്ല ഇതിന്. അങ്ങനെ ഇതാ മാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെല്ലത്തിൻ്റെ വെള്ളം ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനത് നല്ലോണം അവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ രാവിലത്തേക്ക് മാവൊന്ന് കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടൊന്ന് നമ്മൾ ആ ഒരു പാകത്തിന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം നരച്ച് വെച്ചിന്. പിന്നെ ഞാനൊരിത്തിരി ഒരു നുള്ള് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ അതൊന്ന് മൂടി എടുത്ത് വെക്കുന്നതാണ്. പിന്നെ എള്ളും തേങ്ങ വറുത്തതും എന്തായാലും രാവിലെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ. ചുടുന്നതിൻ്റെ മുന്നേ തന്നെ അത് രണ്ടും ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി മൂടി വെച്ചിന്. അപ്പോൾ രാവിലെ ഞാനിതാട്ടോ ഇത് ഒന്ന് എടുത്ത് നോക്കിയിരിക്കണം. അപ്പോൾ ചെറുങ്ങനെ ഒരു കട്ടിയുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള വെല്ലത്തിൻ്റെതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിന് കേട്ടോ, നമ്മൾ ഓട്ടടേൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു കട്ടിയില്ലേ, തീരെ ലൂസും അല്ല കട്ടിയല്ലാത്ത ആ ഒരു പാകത്തിന് അങ്ങനെ ഒന്നാക്കി ആ വെല്ലത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എള്ളും നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എള്ളും കറുത്ത എള്ളാണ് എടുത്തത്, അതും ഒന്ന് ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത്, ഉണ്ണിയപ്പം ആയതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ. അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം കരിഞ്ഞിട്ടല്ലാണ്ട് ഒരു ബ്രൗൺ കളറായി വരൂലേ, ആ ഒരു പരുവത്തിലൊന്നാക്കി എടുക്കാം. എനിക്ക് നെയ്യപ്പം ഇഷ്ടമല്ല കേട്ടോ, കുയ്യപ്പമാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചൂടോടുകൂടെ തന്നെ ആ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിനു. അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയ്ക്കാണ് ഉണ്ടാവും കേട്ടോ ഫോണ്. എന്താണെന്ന് വെച്ചാൽ നിച്ചുമോളില്ല വീഡിയോ എടുത്ത് തരാൻ, ഞാൻ തന്നെയാണ് എടുക്കുന്നതും പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ. അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചാണ്. നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലാണ് ഞാൻ ചുടുന്നത്. ആ കുഴിയിൽ നിറച്ചും ഓയിലൊന്നും ഒഴിക്കണില്ല, ഒരു 1/4 ഭാഗം ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. അങ്ങനെ നല്ല എണ്ണ ചൂടായതിൻ്റെ ശേഷം തീ ഒന്ന് ജസ്റ്റ് കുറച്ച് വെച്ചിട്ടാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു നല്ല ഫ്ലെയിം അല്ലാതെ തീരെ ലോയും അല്ലാതെ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പിന്നെ ഒഴിക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് ഒഴിച്ച് ഒരു ഭാഗം ഒന്നായി വരുമ്പോൾ തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഒന്ന് ചൂട് കൂടിയിട്ട് ഒന്ന് ചെറുങ്ങനെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. തീ കുറച്ചിട്ടുണ്ടേനു, അതാ ഞാൻ പറഞ്ഞത്. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അധികം എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല, നല്ലോണം തന്നെ കിട്ടീനി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പേപ്പർ വെച്ചിട്ട് അതിൽ ഇട്ടതാണ്. അപ്പോൾ എണ്ണ വല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ആ പേപ്പറിലായുള്ളൂല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ നല്ല സോഫ്റ്റായ നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിനി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, അങ്ങനെ ഉറപ്പൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അതുപോലെ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.